അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തോരാതെ പെയ്യുന്ന ആ മഴയിൽ ഷമ്മാസ് അതാ തൻ്റെ ഹിജാബിയെക്കുറിച്ച് ഓർക്കുന്നു. എൻ്റെ ഹിജാബി, നല്ല മഴയാണ്, നീ എവിടെയാണ്? ഷമ്മാസിന് ശരിക്കും പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയെ ഒന്ന് കാണണമെന്ന് അപ്പോൾ തോന്നുകയാണ്. പക്ഷേ എങ്ങനെ? അതൊന്നും ശരിയാവത്തില്ലല്ലോ, അതൊന്നും ഒരിക്കലും ഹലാലല്ല. എത്രയും പെട്ടെന്ന് എൻ്റെ ഹിജാബിയെ എനിക്ക് സ്വന്തമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. പഠിച്ച റബ്ബേ, എനിക്ക് നീ എൻ്റെ ഹിജാബിയെ പെട്ടെന്ന് ഹലാലാക്കി തരണേ. എനിക്ക് അവളോടുള്ള ഇഷ്ടം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല, എനിക്ക് അവളെ മാത്രം മതി. ഷമ്മാസിൻ്റെ ചിന്തകൾ അതാ പെരുകുന്നു. തൻ്റെ ഹിജാബിയെ കൈപിടിച്ച് കൊണ്ടുവരുന്ന ആ ഒരു ദിവസം, അതെ, ഞാനും തൻ്റെ ഹിജാബിയും ഒന്നാകുന്ന ആ ഒരു നിമിഷങ്ങൾ. അവൻ്റെ സ്വപ്നങ്ങൾ അങ്ങനെ നീണ്ടു നീണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ വിളിക്കുന്നു, പക്ഷെ ഷമ്മാസ് കേൾക്കുന്നില്ല. ഷാമോനെ, ഷാമോൻ. ഒരു നിമിഷം ഷാമോൻ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അല്ല ഷാമോനെ, നീ എന്താ കണ്ണു തുറന്ന് സ്വപ്നം കാണുകയാണോ? ഉമ്മ, അത് എനിക്കറിയാം, ഇനിയിപ്പോൾ പ്രായമൊക്കെ ആയില്ലേ. അല്ലെങ്കിലും ഈ പ്രായം ആൺകുട്ടികളായാലേ ഓൽക്ക് പിന്നെ പ്രത്യേകമായിട്ടൊരു സ്വപ്നമൊക്കെ കാണാനുണ്ടാവും. അതിനുള്ള ഇടൊന്നും വരുത്തരുത്, അങ്ങനെ വേണ്ടത്. അതിൻ്റെ മുമ്പ് തന്നെ പെട്ടെന്ന് നിക്കാഹ് കഴിപ്പിക്കണം. അതുമല്ല, ഒരു പെണ്ണിൻ്റെ ആവശ്യം വന്നാൽ പിന്നെ നീട്ടിക്കൊണ്ടുപോകണം ശരിയല്ലല്ലോ. ഉമ്മ. ഷമ്മാസ് പെട്ടെന്ന് വിഷയം മാറ്റുന്നു. എന്താ ഉമ്മ പറയുന്നത്? ഞാനതൊന്നല്ല. പിന്നെന്താ? സത്യം പറയടാ, നീ കണ്ണു തുറന്ന് ഇവിടെ സ്വപ്നം കാണരുന്നല്ലോ. നിൻ്റെ മുമ്പിൽ വന്ന് വിളിച്ചപ്പോഴും ഞാൻ കേട്ടില്ല. എന്താ ഉമ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെടാ, നിൻ്റെ കാര്യം നോക്കാൻ പിന്നെ ഞാനല്ലാതെ ഇവിടെ ആരാ? നിൻ്റെ ബാപ്പ ഉണ്ടെങ്കിലേ ഇതൊന്നും വേണ്ടിയിരുന്നില്ല. എൻ്റെ ഷാമോനെ, എൻ്റെ ഉപ്പാക്കേ മക്കൾ കല്യാണപ്രായമായി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും ബേജാറ്, പിന്നെ ടെൻഷനാണ്. എന്നോട് ഇങ്ങനെ പറയും, 22 വയസ്സാകുമ്പോൾ തന്നെ തിരക്കൂടും. കല്യാണം നോക്കണ്ടേ മക്കളെ, കല്യാണം നോക്കണ്ടേ? ഞാൻ പറയും, ആൺമക്കളല്ലേ, കുറച്ചൊക്കെ നല്ല പക്വത എത്തട്ടെ. ഇതിങ്ങനെ ഉപ്പാൻ്റെ കീഴിൽ ജീവിച്ച് ശീലമായതല്ലേ, ഒന്നുണ്ട് ബുദ്ധി വെച്ചോട്ടെ, കുറച്ച് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാനൊക്കെ ഇങ്ങോട്ട് ആവട്ടെ. അപ്പോൾ എൻ്റെ ഉപ്പ പറയായിരുന്നു, അല്ലെങ്കിലും പെൺമക്കളെ കെട്ടിക്കാൻ എല്ലാവർക്കും വലിയ ബേജാറാണ്. ആൺകുട്ടികളുടെ കാര്യം വരുമ്പോൾ വല്ലാതെ ആരും മുന്നോട്ട് അങ്ങനെയാണ് നിൽക്കില്ല. എൻ്റെ സാജിത്താനൊക്കെ 18 വയസ്സാവാൻ കാത്തിരിക്കുകയായിരുന്നു. 18 ആയപ്പോൾ തന്നെ അവളുടെ അങ്ങോട്ട് റെഡിയാക്കി. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഓല് പഠിപ്പിച്ചോട്ടെ, അങ്ങനത്തെ ഒക്കെ ചിന്തയായിരുന്നു. പിന്നെ സാജിത്ത പഠിക്കാൻ പോയത് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഗർഭിണിയായി. പിന്നെ എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമോ? അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിക്കുക എന്നുള്ള സംഭവം അത് വെറും പൊട്ടത്തരാണ്. അതെന്ന് വെച്ചാൽ ആദ്യം തന്നെ കുട്ടികൾ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ പിടിച്ച് കല്യാണം കഴിച്ചാലെന്താ, അത് കംപ്ലീറ്റ് ആക്കാൻ കഴിയൂല. അപ്പോൾ ഇതിന് ഗർഭിണിയാവലും പ്രസവവും കാര്യങ്ങളും. അപ്പോൾ പിന്നെ കുട്ടിക്ക് ഒരു 6 മാസം ആകട്ടെ വിചാരിക്കും, പിന്നെ ഒരു വയസ്സാകട്ടെ വിചാരിക്കും. അപ്പോൾ പിന്നെ എന്താവും, കുട്ടികളിട്ട് പഠിക്കാൻ പോവുക. അത് അതിലേറെ ബുദ്ധിമുട്ടാണ്. ഈ പ്രായമായ ഉമ്മാരി പരത്തേക്കാക്കിയിട്ട് മക്കൾ അങ്ങനെ പഠിക്കാൻ പോവും, മരുമക്കളായാലും. അതെന്തൊരു ബുദ്ധിമുട്ടാണ് ആ ചെറിയ മക്കൾക്ക്. എന്തൊക്കെ തന്നെയായാലും അവരെ സ്വന്തം ഉമ്മ ഉണ്ടാകണ അത്ര ആവില്ലല്ലോ, എത്ര വല്യമാർ നോക്കിയാലും. അങ്ങനെയൊക്കെയാണ്. എന്തായാലും പഠിച്ചവനെ, അതൊക്കെയാണ് കഴിഞ്ഞു പോയി. ബാപ്പയും പെട്ടെന്ന് പോയപ്പോൾ വല്ലാത്തൊരു മനസ്സിക്ക് ഒരു വേദന. ഇനിയിപ്പോൾ എൻ്റെ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയില്ലെങ്കിൽ ഉപ്പാൻ്റെ കണ്ണീരുണ്ടാവും എനിക്ക്. കാരണം ഉപ്പാക്ക് 22 വയസ്സാകുമ്പോൾ തന്നെ ഉപ്പാക്ക് ഇതാ കല്യാണം കെട്ടിക്കാൻ നടക്കൽ തുടങ്ങും. എനിക്കിപ്പോൾ 24 ഇനിയിപ്പോൾ നേരിട്ടിരുന്ന് ശരിയില്ല. ഞാൻ തന്നെ മുൻകൈ എടുക്കണമല്ലോ മോനെ. എൻ്റെ ജ്യേഷ്ഠന്മാരൊന്നും ഇതിന് വരും എനിക്ക് തോന്നുന്നില്ല. അത് കേട്ടുകൊണ്ടതാ ഫസീലത്ത് വരുന്നു. ആഹാ, എന്താ നിങ്ങൾ പറയുന്നത്? ജ്യേഷ്ഠന്മാരൊന്നും ഇതിന് നിൽക്കില്ല എന്നോ? നിങ്ങൾ പറഞ്ഞത് വലിയ മോശമാണ് കേട്ടോ. ഞാൻ നിന്നില്ലതിന്. ഞാൻ എത്രയോ പറഞ്ഞതാണ് ഷമ്മാസുമായിട്ടുള്ള കല്യാണം. ഞാനും ഇക്കൊക്കെ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ നിങ്ങൾക്ക് പറ്റാൻ ഞാൻ എന്ത് ചെയ്യണേ? എന്നിട്ട് ജ്യേഷ്ഠന്മാരെ മേലേക്ക് കുറ്റം. ഇത് ശരിയല്ല കേട്ടോ.
ഫസീലത്ത് പെട്ടെന്ന് വരുന്നത് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. ഷമ്മാസിന് എന്തോ പോലെയായി. അല്ലെങ്കിലേ ഷമ്മാസിനെ കണ്ണെടുത്താൽ കണ്ടൂടാ ഫസീലത്താക്ക്. ഫസീലത്ത് വന്നപ്പോൾ തന്നെ ഷമ്മാസിനെ ആകെ ചടച്ചു. ഫസീല, അതെ, നമ്മൾ ഒരു വിഭാഗക്കാരുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ. രണ്ട് കൂട്ടർക്കും ഇഷ്ടമുണ്ടെങ്കിലാണ് കല്യാണം നടക്കുള്ളൂ. അതിപ്പോൾ അവനക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്കിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? ഉമ്മ പറഞ്ഞു. എന്തൊക്കെ തന്നെ ആയാലും വേണ്ടിയില്ല, ആ ഒരു കല്യാണം നടക്കൂലെങ്കിൽ ഇനിയിപ്പോൾ ഷമ്മാസ് ഏതെങ്കിലും പെണ്ണിനെ കൊണ്ടുവരാതിരിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. എന്നാലും ആ കല്യാണത്തിന് ഞാൻ കൂടൂലട്ടോ. കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞാനും ഇക്കയും കുട്ടികളൊക്കെ വന്നത്. പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ വന്നതാണ്. അതിനിപ്പോൾ എന്താ, ഓനക്ക് പറ്റൂലല്ലോ നമ്മളെ ആങ്ങളുടെ കുട്ടീനെയൊന്നും. ആ, ഇനി കൊണ്ടുവരുന്നത് എങ്ങനത്തെ ഒന്ന് കാണാലോ. കെട്ടിക്കൊടുന്നിട്ട് ഇവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഓ, നിങ്ങൾ വിചാരിച്ച് നല്ല പണക്കാരിയായ സുന്ദരിയായ പെണ്ണ് ഏതാന്ന് നമുക്കൊന്ന് കാണാം. അതിലുമ്മ പറഞ്ഞു, അതിനങ്ങനെയൊന്നും ഓനക്ക് ഡിമാൻഡില്ലല്ലോ. പണക്കാരി ആവണമെന്നോ സുന്ദരി ആവണമെന്നോ അതൊന്നും ഓൻ പറഞ്ഞിട്ടേ ഇല്ല. ഓൻ പറഞ്ഞ ദീനിയായൊരു കുട്ടീന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോൾ ഏത് എത്തീങ്കാനീന്നോ എവിടെ നിന്നാണെങ്കിലും വേണ്ടിയില്ല. അങ്ങനെയുള്ള അല്ലാതെ എൻ്റെ കുട്ടിക്ക് എത്തീങ്കാനീന്നോ അനാഥാലയത്തുനിന്നോ എവിടെന്നെങ്കിലും പോയി കൊണ്ടുവരാതൊക്കെ എന്ത് വേണേ ചെയ്തോളി. പക്ഷേ ആ ഒരു കല്യാണത്തിന് ഫസീൽ അവിടെ ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും ചോദിക്കും പിന്നെ കല്യാണത്തിന് വന്നോലൊക്കെ. അപ്പോൾ പറഞ്ഞോണ്ടി കാര്യങ്ങൾ. അവൾക്ക് ഇഷ്ടപ്പെട്ട അവളുടെ കുടുംബത്തിലത്തെ പെണ്ണിനെ പറ്റിയില്ല ഷമ്മാസിനെ. ഓൻ്റെ ഇഷ്ടത്തിന് ചാടിച്ചു കൊടുന്നാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോണ്ടി. ഫസീല, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. നീ എന്താണ്, അവൻ്റെ ഉപ്പ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഗതി ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഓൻ്റെ ഉപ്പ തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നീനു. ഇതിപ്പോൾ ആരും ഓൻ്റെ കാര്യം നോക്കാനില്ലായിട്ടില്ലേ? അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു കല്യാണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റായിട്ടല്ലേ? പൊന്നാരൻ്റെ ഫസീല, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി, അതന്നെ ഏറെയാണ്. ഇനി വേറെ കുടുംബമാണ് നമുക്ക് നോക്കേണ്ടത്. അല്ലാതെ ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാ മരുക്കളും കൂടി കൂട്ടിക്കൊടുന്നാൽ എന്താ സ്ഥിതി? ഉമ്മ, എന്തിനാ നിങ്ങൾ കിടന്നിങ്ങനെ ഇടങ്ങാറാണ്? വേണ്ടെങ്കിൽ വേണ്ടെന്നാണ് പറഞ്ഞാൽ പോരെ. ഫസീല അല്പം ദേഷ്യത്തോടെയാണ് പറയുന്നത്. നവാസ് അത് കേട്ടതാ ഇറങ്ങി വരുന്നു. എന്താണ് അവിടെ വലിയ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലേക്കാ. ഉമ്മ പറഞ്ഞ് നിങ്ങൾ കേട്ടോ, ഓൻ്റെ കല്യാണക്കാരെ നോക്കാൻ ആരും ഇല്ല ഇവിടെ. അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. ഞാനെന്താ നോക്കിയിട്ടില്ലേ ഓൻ്റെ കല്യാണക്കാരും? ഓൻ സമ്മതിക്കാഞ്ഞാലിപ്പോൾ ആര് കുറ്റ? ഓനെന്നല്ല, ഉമ്മാക്കും അതിഷ്ടമില്ല. ഞാൻ കുറേ പറഞ്ഞല്ലോ, എൻ്റെ ആങ്ങളുടെ മോള് പഠിപ്പുള്ളോണ്, വിവരമുണ്ട്, ഓൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, വലിയ വീടും സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ട്, ഓളെ പറ്റും, ഷമ്മാസിന് പറ്റിയ പെണ്ണാണ് എന്നൊക്കെ കുറേ പറഞ്ഞല്ലോ. പക്ഷെ പറ്റാൻ ഞാൻ എന്ത് ചെയ്യണേ? അതിലുമ്മ പറഞ്ഞു, ഫസീല, ഓൻ അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഓൻ ഒരുപാട് സൗന്ദര്യം വേണമെന്നില്ല, ഓന് സ്വത്ത് വേണ്ട, ഓൻ ഒരുപാട് പഠിപ്പും വരും, അതൊന്നും വേണ്ട. ഓനക്ക് വേണ്ടത് ദീനുള്ള പെണ്ണിനാണെന്ന് ഓൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പം എന്താ? ഉമ്മ, ഇതിലുമ്പോൾ നിങ്ങൾ സംസാരിക്കണ്ട. എൻ്റെ കല്യാണത്തിൻ്റെ വിഷയം ഇവിടെ ഇനി ഒരു ചർച്ചയാക്കുകയും വേണ്ട. അതിൻ്റെ മേൽ ആരും തമ്മിൽ പറയണ്ട. പിന്നെന്താ മോനെ പറയണ്ടേ? വേണ്ടുമ്മ, എനിക്കുള്ള പെണ്ണല്ലേ, അതിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ തന്നെ കെട്ടിക്കൊണ്ടുവന്നോളാം. എന്നാൽ പിന്നെ ആർക്കും പരാതിയും പ്രശ്നമില്ലല്ലോ. മോനെ, നീ എന്താ പറയണത്? അതേ ഉമ്മ, അങ്ങനെയുള്ളൊരു പാവപ്പെട്ട പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അതിനനുസരിച്ച് ഞാൻ പറയാം. എന്നാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. അതിൽ ഫസീല പറഞ്ഞു, എന്താ ചെക്കൻ്റെ വിളവ് എന്നോ? ഓ പറയുന്ന കേട്ടില്ലേ, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, ഞാൻ കൊടുന്നോളാം. എവിടെ? മനസ്സിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവുമേ. എന്താന്നില്ലേ, ഈ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. ആ നിമിഷമാണ് ഷമ്മാസിന് അത് ഓർമ്മ വന്നത്. അതെ, ഹിജാബിക്ക് മെസ്സേജ് അയച്ചത് അവൾ ഫസീലത്ത. അവൻ്റെ കല്യാണം വേറെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് ദയവായി ഒന്ന് ഒഴിഞ്ഞു പോകണം എന്ന് എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ച് പറ്റിച്ച് അത് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു മെസ്സേജ് അതും ഡിലീറ്റ് ചെയ്ത് അറിയാത്ത പോലെ സംസാരിക്കുന്ന കണ്ടില്ലേ ഇത്ത. ഷമ്മാസിന് അത് പറയണമെന്ന് തോന്നി. എല്ലാവരുടെയും ഇടയിൽ വെച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ ഇത്ത നാണം കെടും. അല്ലെങ്കിലും ഒരാളുടെ മുമ്പിൽ വെച്ച് വെറുതെ നാണം കെടുത്തണ്ടല്ലോ. ഇക്കയുണ്ട്, ഉമ്മയുണ്ട്, എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്ന് അത് പറഞ്ഞാൽ നാണക്കേട് അവർക്ക് തന്നെയാണ്. എങ്കിലും ഒന്ന് മിണ്ടാതെ നിന്നൂടെ? ഷമ്മാസിൻ്റെ മനസ്സിൽ വളരെയധികം ദേഷ്യമുണ്ടായിരുന്നു ഫസീലത്ത അങ്ങനെ ചെയ്തതിൽ. പക്ഷേ അവൻ ക്ഷമിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്
അവൻ ക്ഷമിച്ചത്. പക്ഷേ ഇത്ത വീണ്ടും വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വരികയാണ്. ഷമ്മാസേ, സത്യം പറയും, നിനക്ക് ഇപ്പം ആരോടെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഷമ്മാസ് അത് കേട്ട് ഞെട്ടിത്തെരിച്ചു. ഫസീലത്തയുടെ മുഖത്തേക്ക് അവൻ ദയനീയമായി നോക്കി. കണ്ട, എന്തോ ഉണ്ട്. ഓനെ അത്ര ഉമ്മ പറഞ്ഞ പോലെ അത്ര ഫ്രഷ് ആളെന്നല്ല. ഉമ്മാൻ്റെ ഇതിലെന്താ, ഓ 5 വക്ത് നിസ്കരിക്കും, തഹജ്ജു നിസ്കരിക്കും, നേരത്തിന് പള്ളിയിൽ പോവും, ഖുർആൻ ഓതും, ഉമ്മയെ നല്ല രീതിയിൽ നോക്കും, വീട് നോക്കും, വീട്ടുകാരെ നോക്കും. എന്തൊക്കെയാണ് ഉമ്മാക്ക് ഇങ്ങോട്ട് അവനെക്കുറിച്ച്. പക്ഷേ ഉമ്മ, ഇങ്ങളെ പറ്റിച്ചുകൊണ്ട് ഓൻ്റെ മനസ്സിൽ ഏതോ പെണ്ണുണ്ട്. അത് നിങ്ങൾക്ക് അറിയായിട്ടാണ്. ഫസീല, അതിനെന്താ, ഓനെന്താ അതിനുള്ള പ്രായമായിട്ടില്ലേ? ഉമ്മ കുറച്ച് ശബ്ദത്തിലാണെന്ന് പറഞ്ഞത്. എന്താ, ഓൻ അങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിൽ ഓനെ കെട്ടിക്കോട്ടെ. അതിനിപ്പോൾ ആരെങ്കിലും എതിര് നിൽക്കുന്നുണ്ടോ? ഇല്ല, എനിക്കൊരു എതിരുമില്ല. എനിക്കിഷ്ടമല്ല കേട്ടോ. എന്നാൽ അങ്ങനെയുള്ളൊരു കല്യാണത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഫസീല കൂടൂലെന്ന്. അതെ, ഫസീലല്ലെങ്കിലും എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ കല്യാണത്തിന് കൂടാൻ. എന്തപ്പോൾ നിനക്ക് ഓനോട് ഇത്ര ഇത്? നിൻ്റെ ആങ്ങളുടെ മോളെ കെട്ടാത്തിയുള്ള ദേഷ്യമല്ല എനിക്ക്. അതന്നെയാണെന്ന് കൂട്ടിക്കോളി. എന്തപ്പോൾ ഒന്നുമില്ല, ഞാൻ ഒരു മൂത്തച്ചിയല്ലേ, ഞാൻ പറഞ്ഞ കാര്യത്തിന് ഒന്നും നിൽക്കണ്ടേ? എന്താ അവൾക്കൊരു കുറവ് എന്തുണ്ടെങ്കിൽ ഒന്ന് പറയും, കാണിച്ചു തരി. ഞാൻ ഓലോടൊക്കെ പറഞ്ഞ് പൂതി വെപ്പിച്ചിട്ട് നല്ല ചെക്കനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എല്ലാം കൊണ്ടും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ട് ഓനോട് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്നല്ലേ? ഇത്താത്ത, അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ആദ്യം തന്നെ എന്നോട് പറയേണ്ടതല്ലേ? ഞാൻ അറിയാതല്ലേ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കലും എൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ നിങ്ങൾ പറയലൊക്കെ. ജസ്റ്റ് നിങ്ങൾ എന്നോടൊന്ന് സൂചിപ്പിച്ചോ. നീ ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഞാനിത് ഓരോട് പ്ലാൻ ചെയ്തതാണ്. എന്നോട് ചോദിക്കാതെയാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ചോദിക്കണമെന്നൊന്നുമില്ല. അവനവർക്ക് ഇഷ്ടപ്പെട്ട അവനവൻ്റെ വീട്ടിലത്തെ ആൾക്കാരെ കുറിച്ച് കുറച്ചൊക്കെ ചിന്തിക്കുക. വേറെ ഒന്നുമല്ലല്ലോ, കല്യാണക്കാരിയല്ലേ. ഫസീല ദേഷ്യത്തോടു കൂടി തന്നെയാണ് അത് പറയുന്നത്. ഷമ്മാസിന് പലവട്ടം അത് പറയണമെന്ന് തോന്നി. തൻ്റെ ഫോണിൽ നിന്ന് താൻ അറിയാതെ ഇത്ത മെസ്സേജ് അയച്ചത്, തിരിച്ചു വന്ന മെസ്സേജ് ഡിലീറ്റ് ചെയ്തത്, അതൊക്കെ ഷമ്മാസിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഒന്നുമില്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ, വെറുതെ എന്തിനാണ് മോശത്തരത്തിൽ ആക്കുന്നത് എന്ന് വിചാരിച്ച് ഷമ്മാസ് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ആ ഒരു സംസാരം അത് വല്ലാതെ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇത്താക്ക്? എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് എന്താണ് ഇത്താക്ക് ഇത്ര വിഷമം? ഷമ്മാസ് അതൊന്നും പറഞ്ഞിട്ടില്ല, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസീല ദേഷ്യത്തോടെ അവനെ നോക്കുകയാണ്. അത് കണ്ട് ഉമ്മ പറഞ്ഞു, ഫസീല, നവാസേ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഷമ്മാസിന് ഇപ്പോൾ വിവാഹപ്രായം ആയിട്ടുണ്ട്. 22 മുതൽ തന്നെ നിങ്ങളുടെ കല്യാണമൊക്കെ ഉപ്പ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ നമ്മളെ മോന് 23 കഴിഞ്ഞ് 24 കടന്നു. അപ്പോൾ ഇനിയിപ്പോൾ വൈകിപ്പിക്കുന്നത് ശരിയല്ല. പെട്ടെന്ന് തന്നെ ഓൻ്റെ കല്യാണം വേണം. അതിൽ ഓൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉമ്മ, എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. ഞാൻ അവരിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു പാവപ്പെട്ട ഫാമിലിയിൽപ്പെട്ട അല്ലെങ്കിൽ ദീനിയായ ഒരു കുട്ടിയെ. അതിപ്പോൾ ഒരുപാട് ഒരു കാര്യങ്ങളൊന്നും അവൻ ആവശ്യപ്പെട്ടിട്ടില്ല. അവൻ പറഞ്ഞത് എങ്ങനെയാണ്, ഒരു ദീനിയായ കുട്ടിയെ എനിക്ക് മതി, ബാക്കിയൊക്കെ നമ്മുടെ അടുത്തുണ്ടല്ലോ, നമ്മൾക്കതങ്ങോട്ട് കൊടുത്താൽ പോരെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൻ അങ്ങനെ ഒരു ഓൻ്റെ ഇഷ്ടം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ അതിലങ്ങോട്ട് യെസ് മൂളല്ല നല്ലത്. നമുക്കൊക്കെ നല്ല രീതിയിൽ സമ്മതം കൊടുക്കല്ലേ വേണ്ടത്. നമ്മളെ വീട്ടിലത്തെ ചെറിയ മോനാണ്. എല്ലാവരുടെ കല്യാണത്തിനും ഉപ്പ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഓടി നടക്കാനും അന്വേഷിക്കാനൊക്കെ ഉപ്പ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ഉപ്പല്ല, ഉപ്പ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളെ കുട്ടീൻ്റെ കല്യാണമൊക്കെ നോക്കേണ്ട ചുമതല ഞമ്മക്കാണ്. അപ്പോൾ ഓൻ പറഞ്ഞു, കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ ഉമ്മ, ഒരു ദീനിയായൊരു കുട്ടീനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതല്ലേ നല്ലത്, നമുക്ക് കാണാൻ പോവല്ലേ എന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അതിനായിട്ട് അത് എതിർക്കാനും അതില്ലാതാക്കാനും വേണ്ടി നിൽക്കണ്ട. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി പോയി കാണാം. അതല്ല നിങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ മോനും കൂടി പോയി കണ്ടോളാം. ഇനിയിപ്പോൾ കുട്ടീനെ കണ്ടിട്ടുണ്ട്, ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതല്ലേ ഉള്ളൂ. ലൊക്കേഷൻ വിട്ടപ്പോൾ സംഭവം എളുപ്പമുണ്ടല്ലോ എല്ലാത്തിനും. ആദ്യത്തെ പോലെ ഒന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഫസീലയുടെ മനസ്സിൽ ദേഷ്യം നിറഞ്ഞു. അതേ ഉമ്മ, നിങ്ങളും
ഓനും പോയി കാണാൻ പോയിക്കോളി, കണ്ടുപിടിച്ചോളി, എന്തിട്ട് കാട്ടിക്കോളി. പക്ഷേ നവാസ്കാനെ ഞാൻ വിടൂല കേട്ടോ. നവാസ്ക, നിങ്ങളെങ്ങാനും ഈ ഒരു കല്യാണത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരണ്ട് ബാക്കി. ഞാനൊരു കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ ഒരു കുട്ടി അതിന് ഇറങ്ങിയില്ല, എല്ലാവർക്കും എതിർപ്പ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് കുടുംബത്തിൽ നിന്നാണ്, അങ്ങനെ നവാസ്ക വരെ എതിർത്ത സംഭവമാണ്. നവാസ്ക അവിടുന്ന് പോരുമ്പോഴൊക്കെ ആയിക്കോട്ടെ അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞതായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് സെറ്റാക്കി വന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വെച്ച് വന്നതുമാണ്. പക്ഷെ നവാസ്ക ഉണ്ടല്ലോ, ഇവിടെ എത്തിയപ്പോൾ ആളെ മനസ്സങ്ങോട്ട് മാറി. ഉമ്മ പറയും പോലെ മതിയെന്ന് പറഞ്ഞു. എന്താ വിളവെന്നോ, ഇങ്ങനെ എന്നെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, എന്നാൽ ഇങ്ങനെ ചതിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിലും ഉമ്മ എന്താ പറയണത്, ഉമ്മാൻ്റെ ഷാമോൻ്റെ ഭാഗത്താണ് എപ്പോഴും നവാസ്. പിന്നെ നല്ലതാ ഫൈസലാണ്. ഫൈസലാണെങ്കിൽ പിന്നെ ഒരാളുടെ വാക്കിനൊന്നും വില കൽപ്പിക്കൂല. ഓൻ്റെ ഇഷ്ടം പോലൊക്കെ ചെയ്യും. അങ്ങനെ തന്നെ വേണം. ആണുങ്ങളായാലേ കുറച്ച് തൻ്റെ ഇടം വേണം. അല്ലാതെ ഈ ഉമ്മാരെ വാക്ക് കേട്ട് ഇങ്ങനെ നിൽക്കണമല്ല അത്ര നല്ലത്. കുറച്ചൊക്കെ അവനാൻ്റെ കാര്യങ്ങൾ അവനെ നോക്കണം. ഓനിപ്പോൾ കണ്ടില്ലേ, ആദ്യത്തേൾ ഓൻ്റെ ഇഷ്ടത്തിനൊന്നും കിട്ടിയില്ല, ആ സ്പോട്ടിൽ അങ്ങോട്ട് ഒഴിവാക്കിയത് വേറെ കിട്ടി. എന്നിട്ടിപ്പോൾ എന്തടി, വേറെ ഓൻ കെട്ടിയിട്ടിപ്പോൾ എന്തായി? അതോ എൻ്റെ സൗകര്യം പോലെ ഓന് വേറെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ വേറൊരു പെണ്ണിൻ്റെ നടക്കുന്നുണ്ട് പറഞ്ഞു. അതൊക്കെ ഓൻ്റെ ഇഷ്ടമാണ്. ആണുങ്ങൾ കുറച്ചൊക്കെ അങ്ങനെ വേണം. അല്ലെങ്കിൽ ഇത് വെറും ഈ പെണ്ണുങ്ങളെ ഉമ്മാരെ ഇതിനനുസരിച്ച് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റൂല. ഈ നവാസ്കയെ കണ്ടോ, ശരിക്കും എന്താണെന്നില്ല, ഒരു തീരെ ഒരു ഉഷാറില്ല. ആണുങ്ങളായാലും കുറച്ച് തൻ്റെ ഇടമൊക്കെ വേണം. ഷമ്മാസും അങ്ങനെ തന്നെ, നവാസ്കയും അങ്ങനെ തന്നെ. രണ്ടാളും ഉമ്മ എന്താ പറയുന്നത് അതിനനുസരിച്ച്. അതിനിപ്പോൾ എന്താ, എൻ്റെ മക്കളെയും ചെറ്റത്തിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ പറഞ്ഞ ഫൈസൽ തന്നെയാണ് ഓരോ പണികൾ ഒപ്പിച്ച് വെച്ചത്. എൻ്റെ നവാസായാലും എൻ്റെ ഷമ്മാസായാലും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങൾക്ക് അറിയായിട്ട് നിങ്ങളെ മക്കളെ ഷമ്മാസിൻ്റെ ഫോണൊക്കെ എന്തൊക്കെയോ മെസ്സേജ് വരുന്നേ ഫോണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? അതൊന്നും നിങ്ങളറിയില്ല. നിങ്ങളെ കണ്ണിൽ ഓൻ എപ്പോഴും നല്ലത് തന്നെയാണ്. ഫസീല, മോനെ കൊണ്ട് അനാവശ്യമൊന്നും പറയരുത് കേട്ടോ. എൻ്റെ കുട്ടി അങ്ങനത്തെ രീതിയിലല്ല. ഒരു പുണ്യാളൻ നിങ്ങളെ മോനെ അയച്ച് എന്താ പറയുക, മെസ്സേജിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇങ്ങോട്ട് വന്ന മെസ്സേജും അതൊന്ന് കാണ്ടിയതാണ് നിങ്ങൾ. അത് കേട്ടപ്പോൾ ഷമ്മാസിന് ശരിക്കും എന്തൊക്കെയോ തോന്നി. പഠിച്ച റബ്ബേ, ഞാൻ അയച്ചതും അവൾ ഇങ്ങോട്ട് അയച്ചതും എല്ലാം മൊത്തത്തിൽ വായിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് അവൾ ആവശ്യമില്ലാത്തതൊക്കെ ഡിലീറ്റ് ചെയ്തു. എന്തൊരു സാധനം. ഫസീലയ്ക്ക് അപ്പോഴും തൻ്റെ ആങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അവൾ വിചാരിച്ചു, എന്തൊക്കെ തന്നെയായാലും അത് വല്ലാത്തൊരു ചതിയായിപ്പോയി ഇവൻ ചെയ്തത്. കാരണം ഞാൻ ആദ്യമൊക്കെ എപ്പോഴും പറയായിരുന്നു, എനിക്ക് ഷമ്മാസിനെ അന്നേ ഇഷ്ടമായിരുന്നു. എന്താണെന്നറിയില്ല, അവന് പ്രത്യേകമായിട്ടൊരു ഭംഗിയും എല്ലാം. അവൻ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ അവനെ പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ കുടുംബത്തിലെ ആരെക്കൊണ്ടെങ്കിലും അവനെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് എൻ്റെ ആങ്ങളുടെ മോളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. അവളോട് ഞാൻ അവനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞു കൊടുക്കുമായിരുന്നു. എടേ, അവൻ വരുന്നുണ്ട് കേട്ടോ മലേഷ്യയിൽ നിന്ന് വന്നാലേ നിനക്ക് എന്തായാലും അവനെ കല്യാണം കഴിക്കാം. എന്തായാലും നമ്മളെ കുടുംബത്തേക്ക് തന്നെ മരുമകനായി അവനെ കിട്ടണം. നല്ല ചെക്കനാടി, എല്ലാം കൊണ്ടും നല്ല ഗ്ലാമറുമാണ്, എല്ലാം ഒത്തിണങ്ങിയ ഒരു ചെക്കനാണ്. അതുകൊണ്ട് അത് പലപ്പോഴും അവളോട് പറയാറുണ്ടായിരുന്നു. അതെല്ലാം ആലോചിച്ചിട്ട് അവൾക്കതാ ഫസീലക്ക് ദേഷ്യം കൂടിക്കൂടി വരികയാണ്. ഞാൻ ഇത്രയധികം ഷമ്മാസിനെ മോഹിച്ചിട്ടും അവൻ എൻ്റെ ഒരു വാക്കിനും വില കൽപ്പിക്കാത്തതാണ്. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം ഇന്ന് പൊളിക്കണം. എല്ലാവരുടെ മുമ്പിലും അവനെ നാണം കെടുത്തണം. അതാ ഫസീല മുകളിലത്തെ റൂമിലേക്ക് പെട്ടെന്ന് കയറി പോകുന്നു. ശക്തമായി കോണിപ്പടികൾ ചവിട്ടിക്കൊണ്ട് അവളൊരു അഹങ്കാരത്തോടെയാണ് കയറിപ്പോയത്. തിരിച്ച് അവളുടെ ഫോൺ കൊണ്ടുവന്നു. എന്നിട്ട് അവൾ എടുത്തു വെച്ച ഓരോ സ്ക്രീൻഷോട്ടും ഇതാ കാണിക്കുന്നു. അതിൽ അവൻ അയച്ചതും അവൾ അയച്ചതുമെല്ലാം അവളങ്ങനെ ഉറക്കെ വായിക്കുകയാണ്. ഹിജാബി, എനിക്ക് നിന്നോട് എന്താണെന്നറിയില്ല, വല്ലാത്തൊരിഷ്ടം. നിൻ്റെ മനോഹരമായ കണ്ണുകൾ, അത് എന്നെ വല്ലാതെ അങ്ങ്. ഒരു നിമിഷം ഷമ്മാസ് അത് കേട്ട് ടെൻഷനായി. പഠിച്ചോനെ, കുറേയൊക്കെ ഞാൻ ക്ലിയർ ചാറ്റ് അന്ന് ചെയ്തിരുന്നു, അതിൻ്റെ ബാക്കിയുള്ളതായിരിക്കും അത്. അടുത്ത മെസ്സേജ് അതാ അവൾ ഉറക്കെ വായിക്കുന്നു. ഷമ്മാസിൻ്റെ കൂടെ ഇവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാൻ തയ്യാറാണ്. കേട്ടില്ലേ, കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇത്.
ഞാൻ അന്ന് എടുത്തു വെച്ചതാണ്. എനിക്കറിയാം ആവശ്യം വരും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിലേക്ക് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു. ഷമ്മാസിന് ആകെ നാണം കെട്ട പോലെയായി. അവൻ്റെ മുഖം നാണം കൊണ്ട് കുനിഞ്ഞു. പക്ഷേ ഇത്തയച്ച മെസ്സേജിനെ കുറിച്ച് ഒരിക്കലും അവൻ അപ്പോഴും പറഞ്ഞില്ല. ഈ സമയത്ത് അത് പറയുക തന്നെ വേണം. ഉമ്മ ചോദിച്ചു, അല്ല ഫസീല, ഈ എന്തിനാ ഓൻ്റെ ഫോൺ എടുക്കാൻ നിന്നത്? ആ പ്രായം ആൺകുട്ടികളെ ഫോണൊക്കെ ഏതെങ്കിലും മൂത്തച്ചികൾ വന്ന് ചെക്ക് ചെയ്യോ? എന്താ എൻ്റെ കഥ? അതുതന്നെ നവാസും പറഞ്ഞു. അല്ല ഫസീല, ഷമ്മാസിൻ്റെ ഫോൺ ഈ എന്തിനെടുക്കണം പറയുമ്പോൾ തന്നെ അനക്കിപ്പോൾ എന്താ അതിൻ്റെ ആവശ്യം? ഒരാളെങ്ങനെയൊക്കെ വിട്ട് കാട്ടാൻ പാടുണ്ടോ? എന്താണ് എൻ്റെ കഥ? അനക്ക് എന്താ വേണ്ടത്? നവാസിനെ അത് കേട്ടപ്പോൾ ദേഷ്യം പിടിച്ചിരുന്നു. ഷമ്മാസിനെ ആകെ നാണം കെടുത്തണം, അതായിരുന്നു അവളുടെ ഉദ്ദേശം. ഇനിയിപ്പോൾ എല്ലാവരുടെയും മുമ്പിലും വെച്ച് അത് വായിക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. പെട്ടെന്ന് ഷമ്മാസിനത് ഓർമ്മ വന്നു. അതെ, ഇവിടുന്ന് ഇത്തയച്ച മെസ്സേജ് ഷിഫ പറഞ്ഞപ്പോൾ തന്നെ അത് ഷമ്മാസ് റീകവർ ചെയ്ത് എടുത്തിരുന്നു. പെട്ടെന്നാണ് ഷമ്മാസിനത് ഓർമ്മ വന്നത്. അവൻ്റെ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് ചോദിച്ചു, ഇതാരയച്ച മെസ്സേജാണ്? ഇതൊന്ന് വായിക്കോ? ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. ഞാൻ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് എങ്ങനെ വീണ്ടും? ഷമ്മാസ് അത് എങ്ങനെയോ എടുത്തിട്ടുണ്ട്. നാണക്കേടായിപ്പോയി. ഇക്കാക്ക ഒന്നിങ്ങോട്ട് നോക്കൂ, ഈ മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കൂ. നവാസത ആ ഫോൺ വാങ്ങി അത് വായിക്കുന്നു. എൻ്റെ കല്യാണം ഇവിടെ സെറ്റായിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് നീ ദയവായി എന്നെ ഇനി ശല്യപ്പെടുത്തരുത്, ഒഴിഞ്ഞു പോകണം. ഷമ്മാസ് അത് വായിച്ചു അത്ഭുതപ്പെട്ടു. ആരുടെ കല്യാണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്? ആരുടെ കല്യാണമാണ് സെറ്റായി എന്ന് പറഞ്ഞത്? ഇക്ക, എൻ്റെ കല്യാണം സെറ്റായി. അതുകൊണ്ട് ഒഴിഞ്ഞു പോവണം, ശല്യമായി തുടരരുത് എന്നൊക്കെ ഇത്താത്ത അയച്ചതാണ് ആ മെസ്സേജ്. ഒരിക്കലും ഷമ്മാസ് അത് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ താൻ അയച്ച മെസ്സേജിൽ തിരിച്ചു വന്നതിൻ്റെയും എല്ലാ സ്ക്രീൻഷോട്ട് തെളിവുകളും അവൾ അവളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തത് കൊണ്ട് തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വഷളാക്കിയത് കൊണ്ടും അതതാ ഷമ്മാസ് കാണിക്കുന്നു അവൾ അയച്ച ആ മെസ്സേജും. അത് കേട്ട് ഫസീലയ്ക്ക് എന്തൊക്കെയോ ആയി. ഇത് ഇത്താത്ത അയച്ചതല്ലേ? ഫസീലക്ക് ഞാൻ അറിയാതെ ഞാനല്ല ഒരിക്കലും, ഞാനെന്താ നിൻ്റെ ഫോണെടുത്ത് മെസ്സേജ് അയക്കേ? അങ്ങനെയൊക്കെ ഓരോന്ന് ഒഴിയാൻ നോക്കുകയാണ്. അപ്പോൾ ഷമ്മാസ് ചോദിച്ചു, അല്ല അപ്പോൾ ഇത്താക്ക് എൻ്റെ ഫോണിലെ സ്ക്രീൻഷോട്ടൊക്കെ അതൊക്കെ എങ്ങനെ എത്തിയുടെ ഫോണിലെത്തി? അതെൻ്റെ ഫോണെടുത്ത് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ നിൻ്റെ ഫോണ്, കുട്ടികളങ്ങനെ അയച്ചതായിരിക്കും. അപ്പോഴേക്കും കുട്ടിയുടെ മേലേക്ക് ഇടുന്നു. അതെ, നമ്മുടെ 3-4 വയസ്സുള്ള ആ പൊന്നുമോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ ഇത്തയുടെ ഫോണിലേക്കൊന്നും എൻ്റെ ഫോണിൽ നിന്ന് അയക്കില്ല. മോൾക്കാണ് എൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ അറിയാം, എനിക്കറിയില്ല. പെട്ടെന്നതാ ആ മോൾ അങ്ങോട്ട് കടന്നു വരുന്നു. ആപ്പാപ്പാ, അതെ ഉമ്മച്ചി തന്നെയാണ് ആപ്പാപ്പാൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചത്. അത് കേട്ടപ്പോൾ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഉമ്മ പറഞ്ഞു, എന്തൊക്കെ ഫസീലായി കേൾക്കണത്? ഈ എന്തിനാ ഓൻ്റെ ഫോൺ എടുത്ത് കളിക്കാൻ നിൽക്കണത്? അനക്ക് എന്താ അതിൻ്റെ ആവശ്യം? അനക്ക് എൻ്റെ വലിയ ആവശ്യമുണ്ടോ? എന്നാണ് ഷാമോനെ ഈ ഫോണൊക്കെ ഇവിടെ എന്തിനാണ് അവിടെയും വിട്ടിട്ട് പോണേ? അനക്ക് സുരക്ഷിതമായി വെച്ചുകൂടെ? അത് കേട്ടിട്ടതാ ആ മോള് പറയുന്നു, ഉമ്മ ആപ്പാപ്പ ഹോസ്പിറ്റലിൽ പോയ അന്നാണ് ഉമ്മച്ചി ഫോൺ എടുത്തത്. കുട്ടി ഒരിക്കലും കളവ് പറയില്ല, കുഞ്ഞു മനസ്സ് കള്ളം പറയില്ല. അത് ശരി തന്നെയാണ്, അന്നാണ് മെസ്സേജ് അയച്ചത്. ഷമ്മാസിന് അതൊരിക്കലും വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ താൻ അയച്ച മെസ്സേജ് അത് അവിടെ വീട്ടിൽ എല്ലാവരുടെയും ഇടയിൽ വെച്ച് അവൾ വായിച്ചപ്പോൾ അതിൻ്റെ നാണക്കേട് സഹിക്കാൻ കഴിയാതെയായി. പിന്നീട് അതുകൊണ്ട് മാത്രമാണ് പഠിച്ചോനെ നീ പുറത്തു തരണേ ഷമ്മാസ് വിചാരിച്ചു. ഉമ്മച്ചിയാണ് ആപ്പാപ്പാൻ്റെ ഫോണെടുത്ത് മെസ്സേജ് അയച്ചത് എന്ന് കേട്ടതും അതാ നവാസിൻ്റെ കൈ ധരിക്കുന്നു. നവാസ് അതാ ഫസീലത്തിയുടെ മുഖം നോക്കി ഒന്ന് കൊടുക്കുന്നു. ഈ രീതിയിലുള്ള ചെറ്റത്തിലൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ ഞാനറിയാതെ? അപ്പോഴേക്കും ഷമ്മാസ് പറഞ്ഞു, ഇക്കാക്ക വേണ്ട, അടിക്കണ്ട, ഇതിനടിച്ചാലൊന്നും ശരിയാവില്ല, ഇതൊക്കെ വേറെ അസുഖമാണ്. ആര് പറഞ്ഞു അടിച്ചാൽ ശരിയാവില്ല എന്ന്? അവൻ വീണ്ടും കൈകൾ ഓങ്ങുന്നു ഫസീലയുടെ നേരെ. ഷമ്മാസ് പിടിച്ചു വെക്കുന്നു. ഇക്ക വേണ്ട, സ്ത്രീകളെ അങ്ങനെ തല്ലാൻ പാടില്ല.
തല്ലല്ലാതെ പിന്നെ ഇതിനൊക്കെ എന്താണ് ഞാൻ വേണ്ടത്? എന്തിനാണ് ആവശ്യമില്ലാത്ത ഓരോ കാര്യത്തിനോട് ഇടപെടേണ്ടത്? കല്യാണത്തിന് മുമ്പ് എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ചെറിയ രീതിയിലുള്ള പ്രേമം കാര്യങ്ങളൊക്കെ. എനിക്കും ഉണ്ടായിരുന്നു. ഞാനും എത്രയോ പെൺകുട്ടികൾക്ക് ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കല്യാണത്തിന് മുമ്പല്ലേ. കല്യാണത്തിന് ശേഷം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഇതിന് മുമ്പ് എന്താ ഓൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഓനായിരിക്കും വിളിക്കുക, സംസാരിക്കുക, മെസ്സേജ് അയക്കുക, എന്തേ ചെയ്തിട്ടോ അതിലെന്തിനാ ഈ ഇടപെടണേ? കല്യാണം കഴിഞ്ഞതാണെങ്കിൽ എനിക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് മറ്റൊരു പെണ്ണിന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിനക്ക് ചെക്ക് ചെയ്യാം, കോൾ ചെയ്യണമെങ്കിൽ നിനക്ക് നോക്കാം. കാരണം എന്താ, ഞാൻ നിൻ്റെ ഭർത്താവാണ്. നിൻ്റെ ഭർത്താവായ ഞാൻ മറ്റൊരു പെണ്ണിനോട് കോൾ ചെയ്യുക അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക അതൊക്കെ ചെയ്യുമ്പോൾ അത് തികച്ചും തെറ്റായ കാര്യം തന്നെയാണ്. കാരണം എന്താ, ഞാൻ നിൻ്റെ ഭർത്താവാണ്, അതുകൊണ്ട് നിനക്ക് അത് അവകാശമുണ്ട് അതൊക്കെ ചെക്ക് ചെയ്യാനും നോക്കാനും. പക്ഷേ കല്യാണം കഴിക്കാത്ത ഒരു ചെക്കനും ഒരു പെണ്ണും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതും നിൻ്റെ ഭർത്താവിൻ്റെ അനിയനെ അവർക്കങ്ങനെ ഒരു വിവാഹത്തിന് വേണ്ടിയൊരു പ്ലാനിങ് ഒരു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്യാനും മെസ്സേജ് അയക്കാനും ഇതിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് ചതിയല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇക്ക മതി, ഇനിയൊന്നും പറയണ്ട. ഇത്താക്ക് മനസ്സിലാകാൻ അതെമ്പാടും മതി. ഫസീലത മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി കയറുന്നു. നീ അങ്ങ് കരയെ പോയിട്ട്, നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ. ഈ രീതിയിലുള്ള ചെറ്റത്തനങ്ങൾ കാണിക്കാൻ ഇവിടെ നിൽക്കണ്ട. നവാസ് ദേഷ്യത്തോടെയാണ്. മോനെ വേണ്ട, മതി. കുറേ ദിവസമായി പറയണം നേരിച്ച് കാത്തു നിൽക്കണ്. ഇവിടെ ആണെങ്കിൽ ഉമ്മാനെ പഠിപ്പിക്കുക, പിന്നെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പരിപാടി, അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ നേർക്ക് ആണത്തില്ല, മറ്റേതില്ല, അങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ സ്വഭാവം ഇത്രമാത്രം ചെറ്റത്തിലുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓളൊരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചതുമില്ല. രംഗം ആകെ വഷളായി. ഷമ്മാസ് പറഞ്ഞു, ഇക്ക വേണ്ട, ഞാനത് അങ്ങനെ പറഞ്ഞത് ഇത്താത്ത ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അത് എന്നോ സംഭവിച്ചൊരു കാര്യമാണ്. അതിപ്പോൾ ആളുകളുടെ ഇടയിലൊക്കെ ഇട്ട് ഫ്ലാഷാക്കി അങ്ങനെ ആയപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അല്ലാതെ സാരല്ല മോനെ, ഞാനും നടത്തിത്തരും എൻ്റെ കല്യാണം. എൻ്റെ മനസ്സിൽ ഏതാണ് പെൺകുട്ടിയെന്ന് വെച്ചാൽ ഈ പറഞ്ഞോ, ഉപ്പാൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനും അതെനിക്ക് നടത്തിത്തരും. എന്താ പോരെ? ഇക്കാക്ക ഇത്താത്തയെ തല്ലേണ്ടില്ലായിരുന്നു. പക്ഷെ ഞാനത് അത്തരം ചെയ്തികൾ ചെയ്തിട്ട് പിന്നെ മെസ്സേജ് അങ്ങനെ അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തു. അതൊക്കെ ആയിട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിച്ചത്, അല്ലാതെ വേറൊന്നും. ഇത്താത്താക്ക് എൻ്റെ കാരണം കൊണ്ടല്ലേ അടി കിട്ടിയത്, ക്ഷമിക്കണം. അല്ല മോനെ, ഞാൻ കുറേ ദിവസമായി ഓളെൻ്റെ കയ്യിൽ, എൻ്റെ കൈ ഇങ്ങനെ തരിച്ച് വരും. ഓളെ സ്വഭാവം പറ്റ ചീപ്പായി മാറിക്കണം. എന്താന്ന് വെച്ചാൽ ഉമ്മാൻ്റെ നേർക്കുള്ള ചാടും. ഉമ്മാക്ക് ഒരാളോട് ഫോൺ ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അങ്ങനെ ഉമ്മാൻ്റെ നേർക്ക്. എന്നാലോ ഒന്നുണ്ടാവുമല്ലോ, രാവിലെയൊക്കെ ഒന്ന് എണീറ്റ് ഉമ്മാനെ ഒന്ന് സഹായിക്കുക, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. ആ ഒരു പരിപാടി അതും ഓൾക്കില്ല. ഓളിങ്ങനെ ഭരിക്കാൻ നടക്കണം ഇവിടെ. ഓൾക്കുള്ള മെയിൻ പ്രശ്നം ഓളെ ആങ്ങളുടെ മോളെ കല്യാണം കഴിക്കണം, അതാണ്. ഷമ്മാസിനെ കൊണ്ട് അത് ഓളെന്നോ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഷമ്മാസിനെ കാണാൻ നല്ല ഭംഗിയാലേ, ഷമ്മാസിനെ കാണാൻ നല്ല ഗ്ലാമറാലേ, ഷമ്മാസ് അങ്ങനെയല്ലേ, നല്ല ഉഷാറാണല്ലേ, നല്ല ആണത്തുള്ളതാണല്ലേ, അങ്ങനെ എന്നോട് പലവട്ടം ഓളിങ്ങനെ പറയും. എന്നെയും കൂടി ആക്കി പറയണത് ഓന് നല്ല ഉഷാറാണ്, അങ്ങനെ ഓൻ എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാൻ മരുമകനാക്കി കൊണ്ടുപോകും, അങ്ങനെ പറയുമായിരുന്നു എപ്പോഴും. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസീല എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒന്ന് മതി, ഒന്നെന്നെ ഇവിടെ എമ്പാടുണ്ട് ഭരിക്കാൻ മാത്രം, ഇനി മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ ഓളോട് പലവട്ടം പറഞ്ഞതാണ്, പക്ഷെ സമ്മതിക്കണില്ല. അന്ന് അവൾ ആങ്ങളെ ഇങ്ങോട്ട് വരുത്തിയതേനു, പിന്നെ ഷോപ്പൊക്കെ ആക്കിയതല്ലേ. എന്താ ചെയ്യുക, ഞാൻ എത്ര പറഞ്ഞാലും ഓള് കേൾക്കൂല. ഓളോളെ ഇഷ്ടം പോലെ അതേ ഓള് നടക്കുള്ളൂ. കുറേ ദിവസമായി എൻ്റെ കൈ ഇങ്ങനെ തരിക്കണ്. ഓള് ഭരിക്കണം മൊത്തത്തിൽ, ഒരു പേടിയില്ല, ആരും പേടിയില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ചീത്ത പറഞ്ഞ് നടക്കുക. ഒരിക്കലും എനിക്ക് ആഗ്രഹമില്ല ഓളെ ആങ്ങളുടെ മോളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാണ്. എന്താ അത്രക്കും ഓലെ ഫാമിലിക്ക് തന്നെ മൊത്തത്തിലൊരു അഹങ്കാരമാണ്. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവർ. പിന്നെ ഇപ്പം എന്തിനാണ്, കുറച്ച് സൗന്ദര്യമുണ്ട്, കുറച്ച് കളറുണ്ട്, കുറച്ച് സമ്പത്തുണ്ട്, പണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്രയൊന്നും ആവാൻ പാടില്ല. എന്തൊക്കെ തന്നെയായാലും പെണ്ണുങ്ങൾക്കൊരു ഭംഗിയുണ്ട്. ആ ഒരു ഭംഗി, അത് അത്യാവശ്യം ലജ്ജ, പിന്നെ ആ ഒരു സ്നേഹത്തോടെ ഉള്ളൊരു പെരുമാറ്റം, അതൊക്കെയാണ് എപ്പോഴും പെണ്ണുങ്ങളെ ഭംഗി. അങ്ങനെ ഒരു സാധനം എൻ്റെ ഭാര്യയ്ക്കില്ല. ഓളെ അടുത്തു കൂടെ അത് പഠിച്ചിട്ടുമില്ല. ഓളെല്ലാവരും ഇങ്ങനെ ഭരിക്കുക, ചീത്ത പറയുക, എല്ലാവരും തെറ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ ഒരു കള്ളത്തരും. ഇക്കാക്ക മതി പറഞ്ഞത്, പറയേണ്ടതൊക്കെ പറഞ്ഞില്ലേ. എത്രയായാലും പെണ്ണല്ലേ, പെണ്ണുങ്ങളാവുമ്പോൾ വാരിയൽ കൊണ്ടല്ലേ പടക്കുന്നത്, അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ മതി. ഓളെ എന്ത് വിചാരിക്കണേ, ഇന്നും തന്നെ തുടങ്ങിയതല്ലതേ, ഒരുപാട് കാലമായി അത്
സഹിക്കണേ, ക്ഷമിക്കണേ. എത്ര വട്ടം ഓൾ ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് നിൽക്കണേ. 3-4 വട്ടം ഇവിടെ തന്നെ തെറ്റിപ്പോയിട്ടുണ്ടാവുമല്ലോ ആദ്യം തന്നെ. റൂമിൽ നിന്നായാലും അവിടുന്ന് അങ്ങനെ തന്നെ ഒരു ഇടങ്ങാറാക്കുക. ചിലപ്പം തോന്നും പെണ്ണ് കെട്ടണ്ടില്ലായിരുന്നു. കുട്ടികളെ വിചാരിച്ച് ഞാൻ നിങ്ങൾ നിർത്തുകയാണ്, അല്ലെങ്കിലൊക്കെ എന്നോ ഞാൻ പറഞ്ഞയച്ചിരുന്നു. അത് പറഞ്ഞ് നാവെടുത്തില്ല. അപ്പോഴേക്കും അതാ ഫസീലത്ത ഒരു ബാഗുമായി ഇറങ്ങി വരുന്നു. കയ്യിൽ ചെറിയ കുട്ടിയുമുണ്ട്. ഞാൻ പോവാണ്, നിങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ എന്താ വെച്ചാൽ കാട്ടിക്കൂട്ടിക്കോളി. പിന്നെ മോളൂനെ ഞാൻ കൊണ്ടുപോകണില്ല. അതെ, എൻ്റെ എന്തെങ്കിലും കാര്യങ്ങളും തെറ്റൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞൊരാൾ ഇവളാണല്ലോ നിങ്ങൾക്ക് ഏജൻറ്റ്. ഓൾ ഇവിടെ നിൽക്കട്ടെ, ഓളെ ഞാൻ ഒപ്പം കൊണ്ടുപോകണില്ല, ഞാൻ ഇവനെ കൊണ്ടുപോകണുള്ളൂ. ഫസീല, ഈ എങ്ങോട്ടാണ് പോണത്? അതെ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ കുറച്ച് തീരുമാനിക്കട്ടെ. എല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് ഇങ്ങനെ പേടിച്ച് നിന്ന് ശീലമായി ഇവിടെ. അതെ, എനിക്കും തൻ്റെ അടുത്തോടെ ജീവിക്കാനറിയാം. ഞാനും ഒന്ന് ജീവിച്ച് നോക്കട്ടെ, അല്ലാതെ ആവൂല ഇവിടുത്തെ അടിയും കുത്തൊന്നും കൊണ്ട് നിൽക്കാൻ. ഫസീല, ഈ എവിടുക്ക പോണ കുട്ടീനേറ്റ്? ഉമ്മ പറഞ്ഞു, ഞാനേ എൻ്റെ വീട്ടിലേക്ക്, എനിക്കുണ്ട് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരൊക്കെ, അല്ലാതെ ഇവിടെ നിങ്ങളടി പേടിച്ച് നിൽക്കണമെന്നില്ല. അതിന് ആരെ എന്നെ പേടിപ്പിച്ചത്? ഈ ഇങ്ങോട്ടന്നല്ലേ എപ്പോഴും ചാടി കയറി വരല്ലേ? ഈ എവിടുക്ക പോണത്? ഇവിടെ നിന്നോ കുട്ടീനേറ്റ്, അതാ നല്ലത്. നവാസ് ഒന്നും മിണ്ടിയില്ല. ഉമ്മ, പോണെങ്കിലാണ് പോട്ടെ, എത്ര ദിവസം നിൽക്കുമെന്ന് എനിക്കറിയാം. ഉള്ളിങ്ങോട്ട് താനേ ഇങ്ങോട്ട് തിരിച്ചു വരും. ഉമ്മച്ചിയെ, ഞാനും വരുന്നുണ്ട്. ചെറിയ മോള് അതാ അവളുടെ പിന്നാലെ കൂടുന്നു. വേണ്ട, നീ ഇവിടെ നിന്നോ, നീ ഭയങ്കര സാധനമാണ്, നീ ഇവിടുത്തെ ആൾക്കാരെ കൂട്ടത്തിലാണ്. എന്നോട് എനിക്കൊരു സ്നേഹമില്ല. എന്തുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കുക, ഫോൺ എടുത്താലും ഫോൺ തൊട്ടാലോ എല്ലാം ഈ അല്ല പറഞ്ഞു കൊടുക്കലെന്നെ. അതുകൊണ്ടേ മോള് വരണ്ട. ആ കുട്ടിയെ ഒരു തള്ളലാണ് കൊടുത്തത്, ഒന്നുമില്ലെങ്കിൽ പെറ്റ് തള്ളല്ലേ. ആ ഒരു തള്ളലിൽ ആ കുട്ടി അതാ ഷമ്മാസിൻ്റെ നേരെ വീഴുന്നു. ഷമ്മാസ് അതിനെ വാരിയെടുത്തു. ഫസീല, എൻ്റെ കുട്ടിയെ വേദനിപ്പിക്കരുത് കേട്ടോ, നവാസ് പറഞ്ഞു. അപ്പോഴേക്കും അതാ ഒരു കാറ് വരുന്നു. അവളുടെ ആങ്ങളെയാണോ അതോ ആങ്ങളയുടെ മോളാണോ ആരും അറിയില്ല, അവളുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ നേരെ പോയിട്ട് വിളിച്ചിക്കണ്. അവൾ ഒന്നും പറയുകയോ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ചെയ്യാതെ അതാ ആ ചെറിയ കുട്ടിനെയും കൊണ്ട് ആ ബാഗും എടുത്തുകൊണ്ട് വണ്ടിയിൽ കയറുന്നു. ഉമ്മച്ചിയെ എന്ന് പറഞ്ഞ് അതാ മോള് കരയുന്നു. ഉമ്മ പറഞ്ഞു, നവാസേ, എന്തിനാടാ ജോളെ തല്ലിയത്? ഉമ്മ, എത്രയെന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിച്ചു നിൽക്കും. ഇനി എന്നെക്കൊണ്ട് വയ്യത്. എന്തൊക്കെ അവൾ വിളിച്ച് പറയും. എന്നെയൊക്കെ ഓരോ പേര് ഇങ്ങോട്ട് വിളിക്കണം, നിങ്ങൾ കേട്ടിക്കണോ? നിങ്ങൾ എന്നെ ആണായല്ലോ വളർത്തിയത്. ആണത്തില്ല, ധൈര്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് പേടിച്ച് നിൽക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ പറയണത്. എടാ, ആണല്ലെങ്കിൽ എനിക്കിങ്ങനെ കുട്ടികളുണ്ടാവുമോ? അല്ല, ഓൾക്കനുസരിച്ച് ഇങ്ങനെ നടക്കണം എന്നാൽ നല്ല ഇഷ്ടമാണ്. ഇത് ഓളെ ഇഷ്ടത്തിൽ നടന്നില്ലെങ്കിൽ ആണത്തില്ല, അങ്ങനെ ഇങ്ങനെ വിളിച്ച് പറയാം. ഇന്നും നില കേൾക്കത് തുടങ്ങിയതില്ല, കുറേ അയക്കണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടികളെ വിചാരിച്ചിട്ടാണ് ഞാൻ ഓളെ ഒപ്പം കൊണ്ട് നടക്കുന്നത്. എൻ്റെ മക്കൾ എനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ ഓളെ എന്നെ ഒഴിവാക്കിനു. ഷമ്മാസിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ആ പൊന്നുമോളെ ഇട്ടിട്ട് അവളുടെ ഉമ്മച്ചി ആ ചെറിയ വാവയായിട്ട് പോയത്. പഠിച്ചവനെ, വേണ്ടില്ലായിരുന്നു ഒന്നും എന്ന് ഷമ്മാസ് വിചാരിക്കുകയാണ്. ഉമ്മ, എനിക്കൊരു ടെൻഷനുമില്ല ഓള് പോയതിൽ. അവൾ പോയിക്കോട്ടെ, എനിക്കെൻ്റെ മോളുണ്ട്. അത്രക്കും ചില്ലറ ഉപദ്രവമൊന്നുമല്ല ഓളെ കൊണ്ട് ഞാൻ സഹിക്കണത്. ഓളവിടെ നിൽക്കൂല, 2 ദിവസം നിന്നെങ്കിൽ കാണാം. ഉമ്മ, ഷമ്മാസ് ദയനീയതയോടെ അതാ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നു. മോനെ, എന്താ ഓൾ ചെയ്ത തെറ്റത്തരം? അല്ലെങ്കിലും അതിനുള്ള തെറ്റിനുള്ള പ്രായശ്ചിത്തം പോലെ തന്നെ ഓൾ ഇറങ്ങിപ്പോണത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. എന്തൊക്കെയാണ് ഓളിവിടെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? കളവും ഇതും പറഞ്ഞ് മെസ്സേജ് അയക്കലും ഓരോരുത്തരുടെ ഫോൺ ചെക്ക് ചെയ്യലും പിന്നെ പുതിയാപ്പിളിനും ഉമ്മാനും തരം കിട്ടിയ ചീത്തര. ഇപ്പം എൻ്റെ നേരക്കും തുടങ്ങിയിരിക്കണം ഷമ്മാസിൻ്റെ നേരക്ക്. അങ്ങനത്തെ ഒഴിയാബാധനൊക്കെ ഉണ്ട്, ഒഴിവാക്കണം ഉമ്മ. മോനെ, ഒഴിവാക്കണ വർത്താനം ഇവിടെ പറയരുത്. ഒന്നിൻ്റെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയിട്ട് അതിൻ്റെ വേദന എപ്പോഴും മാറിയിട്ടില്ല. ഉമ്മ, നല്ല കുട്ടികൾ പോകുമ്പോൾ വേദന ഉണ്ടാവും, പക്ഷേ ഈ രീതിയിലുള്ള സ്വഭാവക്കാർ വീട്ടിൽ നിന്ന് പോയാൽ തന്നെ വീടിനൊരു സമാധാനമായിരിക്കും. നവാസ് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ലായിരുന്നു. എന്താണെന്നറിയില്ല, അവൾ പോയപ്പോൾ മനസ്സിന് തന്നെ വല്ലാത്തൊരു സമാധാനം. കേട്ട് കേട്ട് മടുത്തിരുന്നു, ഇടങ്ങാറായിരുന്നു ഞാൻ അവളെ കൊണ്ട്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.